Hi all, welcome my channel. നമ്മൾ ഉണ്ടാക്കുന്നത് ലഡ്ഡു. ഇതിലേക്ക് 3 ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമുണ്ട്. ക്യാരറ്റ് നമ്മൾ തൊലി കളഞ്ഞിട്ട് തുടച്ചിട്ട് ഉണക്കിയിട്ട് വേണം ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമ്മൾ പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാണ്. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ചെറിയ പീസാക്കിയ ബദാം നമ്മളതിൽ ചേർക്കാണ്. നമ്മൾ എന്നിട്ടത് വറുത്ത് കോരിയെടുക്കണം. ഗാർണിഷ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബദാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് പാനിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർക്കാണ്. അതേ പാനിലോട്ട് തന്നെയാണല്ലോ നമ്മളത് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളൊരു 10 മിനിറ്റ് നമ്മളത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോണം ക്യാരറ്റിൻ്റെ. നമ്മുടെ ക്യാരറ്റൊക്കെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കാണ്. ഈ 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തതിന് ശേഷം നമ്മളിതൊരു 3 മിനിറ്റ് വഴറ്റണം. ഇതൊന്ന് 3 മിനിറ്റ് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചുരണ്ടിയത് അതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം മിക്സിയിൽ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കാണ്. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി 1 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളിതിലോട്ട് ചേർക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ നന്നായി കട്ടിയായിട്ടുണ്ടാവും ഈ കണ്ടൻസ് മിൽക്ക്. നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ കണ്ടൻസ് മിൽക്കൊക്കെ വറ്റും. അതാണ് ഇതിൻ്റെ പാകം. ഏകദേശം 5 മിനിറ്റ് നമ്മളത് ഇളക്കണം. കണ്ടൻസ് മിൽക്ക് നമ്മുടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ച് വെച്ച് നമ്മളിതിലോട്ട് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ട ബദാമും പീസസ് നമ്മളിതിലോട്ട് ചേർത്തു. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിത് ചൂടാറാൻ വെക്കണം. ഇനി നമ്മളത് ചൂടാറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ലഡുവിൻ്റെ പോലെ ഉരുളകളാക്കി വെക്കുകയാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ ഒരു പിടി തേങ്ങ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അതുപോലെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ഈ തേങ്ങയിൽ. എന്നിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ ക്യാരറ്റ് കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.